എല്ലാവർക്കും പ്രഭാതവന്ദനം. ജീവിതത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷണം ചെയ്ത് അവൻ്റെ ജീവിതത്തോട് രമിതപ്പെട്ട് നിൽക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തിലാണ് ഞാൻ ഈ സന്യാസം സ്വീകരിച്ചത്. എൻ്റെ പ്രാർത്ഥനകളെല്ലാം അവന് വേണ്ടിയുള്ള ഉണർത്തുപാട്ടുകളായി മാറേണ്ടതായിട്ടുണ്ട്. ഞാൻ നടത്തുന്ന പ്രഘോഷണങ്ങൾ അവനെ എത്രമാത്രം ഉണർത്തുന്നുണ്ട്. അവൻ്റെ വാക്കുകളെ എൻ്റെ ഭാഷയുടെ പിൻബലത്തോടുകൂടെ മറ്റുള്ളവരേക്ക് പകരുമ്പോൾ അവനോട് ചേർന്ന് നിന്നുകൊണ്ടാണോ ഞാൻ ഇവ പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കാൻ മറന്നു പോകാറുണ്ട്, ധ്യാനിക്കാൻ മറന്നു പോകാറുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ നമ്മൾ കാണും, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഞാൻ പറയും, നിന്റെ നാമത്തിൽ ഞാൻ വചനം പ്രസംഗിച്ചില്ലേ? നിന്റെ നാമത്തിൽ ഞാൻ രോഗികളെ സൗഖ്യപ്പെടുത്തിയില്ലേ? നിന്റെ നാമത്തിൽ ഞാൻ മറ്റുള്ളവരെ ആത്മീയ ചേതനയുള്ളവരാക്കി മാറ്റിയില്ലേ? എന്നാലും അവൻ പറയുകയാണ്, ഐ നെവർ ന്യൂ യു. ഐ ഡിഡ് നോട്ട് നോ യു. ഞാൻ നിന്നെ അറിഞ്ഞിട്ടേയില്ല എന്നാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണത്. നാം അറിയുമെന്ന് കരുതുന്ന ഒരാൾ നമ്മളെ അറിയില്ല എന്ന് പറയുന്നത്. എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്കൊരു വൈദികനുണ്ടായിരുന്നു. എപ്പോഴും പ്രോത്സാഹനം തരുന്ന, എല്ലാ കാര്യങ്ങളിലും നന്മ കണ്ടെത്തുന്ന ഒരു നല്ല വൈദികൻ. എന്നോട് പലപ്പോഴും ആ വൈദികൻ ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞ് സെമിനാരിൽ ചേരുന്നുണ്ടോ? ആ നല്ലൊരു പ്രോത്സാഹന വചനം സ്വീകരിച്ചാണ് ഞാൻ അൾത്താരയിൽ കയറിയിട്ടുള്ളത്. എൻ്റെ വായനയും എൻ്റെ ഗാനങ്ങളുമൊക്കെ കേട്ടിരിക്കുന്ന ഒരു നല്ല വൈദികൻ, നല്ല വാക്കുകൾ കൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നല്ല വൈദികൻ. ഏതാനും വർഷത്തെ ശുശ്രൂഷകൾക്ക് ശേഷം അദ്ദേഹം വേറൊരിടത്തേക്ക് സ്ഥലം മാറിപ്പോയി. ഞാൻ എൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം വൈദിക സന്യാസ പരിശീലനത്തിനായി സെമിനാരിയിൽ ചേർന്നു. ഞാൻ അദ്ദേഹത്തിന് കത്തെഴുതുമായിരുന്നു. അതനുസരിച്ചുള്ള മറുപടികളും എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഒരു വേളയിൽ അറിയാൻ സാധിച്ചു, ഈ വൈദികൻ മറ്റൊരു രാജ്യത്തേക്ക് ശുശ്രൂഷയ്ക്കായി പോയി. അപ്പോൾ എൻ്റെ പരിധിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ഒരു കത്തെഴുതുക, അല്ലെങ്കിൽ അതിന് മറുപടി സ്വീകരിക്കുക എന്നത്. അങ്ങനെ ഞാൻ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം പതിയെ പതിയെ കുറഞ്ഞു വന്നു. അങ്ങനെ എൻ്റെ സന്യാസ പരിശീലന കാലഘട്ടത്തിൻ്റെ ഒരു മധ്യഭാഗത്ത് ഞാൻ എത്തിച്ചേർന്നപ്പോൾ എൻ്റെ ദേശവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശുശ്രൂഷകളിലൂടെ ഞങ്ങൾ സഹോദരങ്ങൾ കടന്നു പോവുകയാണ്. കർഷകരോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പരിശീലനം, പാവപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിശീലനം, ഹരിജനങ്ങളോട് ചേർന്ന് അവരുടെ ഗന്ധം അനുഭവിച്ചുകൊണ്ടുള്ള ഒരു പഠനം. ഈ കാലയളവിൽ ഈ വൈദികൻ വിദേശത്തെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് ആ പരിസരത്തുണ്ട് എന്ന് കേട്ടു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സന്യാസ വൈദിക പരിശീലനത്തിനുണ്ടായിരുന്ന സഹോദരങ്ങൾ, അവരോട് ഞാൻ പറഞ്ഞു,
എന്നെ ഒത്തിരിയധികം സ്നേഹിക്കുന്ന ഒരു വൈദികനുണ്ട്. ചെറുപ്പകാലത്തിൽ എനിക്ക് ഒത്തിരി പ്രോത്സാഹനം നൽകിയ, എന്തിന് എൻ്റെ ഈ സന്യാസ വൈദിക ജീവിതത്തിന് പോലും പ്രചോദനമായി തീർന്ന ഒരു വൈദികൻ. ആ വൈദികൻ ഇന്ന സ്ഥലത്തുണ്ട്, നമുക്കൊന്ന് കാണാൻ പോയാലോ? ആരെങ്കിലും എൻ്റെ ഒപ്പം വരുന്നുണ്ടോ? ഈ വൈദികനെയോ കുറിച്ച് വാതോരാതെ ഞാൻ സംസാരിച്ചു. അദ്ദേഹം നൽകിയ പ്രോത്സാഹന വചനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വൈദിക വിദ്യാർത്ഥി പറഞ്ഞു, ശരി, ഞാനും നിന്നോടൊപ്പം വരാം. ഈ പാവപ്പെട്ടവരോടൊപ്പം വസിക്കുമ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കൃത്യമായി കിട്ടിയിരുന്നില്ല. ചില ദിവസങ്ങളിൽ പട്ടിണിയായിരുന്നു. അപ്പോൾ ഈ വൈദികനെ കാണാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭക്ഷണം കിട്ടുമെന്ന് ഉള്ളിലൊരു ഉറപ്പുണ്ട്. എൻ്റെ കൂടെ വന്ന സഹോദരനും ആ ഉറപ്പുണ്ട്. മാസങ്ങളോളമായി നല്ല ഭക്ഷണം കഴിച്ചിട്ട്. അത് ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്കൊരു നല്ല ഭക്ഷണം കിട്ടുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ അച്ഛനുള്ള ഇടത്തേക്ക് പോവുകയാണ്, അച്ഛനെ കാണാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ. അവിടെ ചെന്ന് ഞങ്ങൾ കോളിംഗ് ബെൽ അടിച്ചു. ഒരു വൈദിക സഹോദരൻ പുറത്തു വന്നു. എന്നിട്ട് ചോദിച്ചു, എന്തേ? ഞാൻ പറഞ്ഞു, ഇന്ന വൈദികനെ കാണാൻ വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, വരൂ, ഇതാണ് അദ്ദേഹത്തിൻ്റെ മുറി. ഞാൻ സന്തോഷത്തോടെ ഇന്നലകളുടെ നല്ല ഓർമ്മകളെ ചേർത്ത് വെച്ച് ആ കതക് പതിയെ പതിയെ മുട്ടി. ഉള്ളിന്നൊരു ശബ്ദം കേട്ടു, ആരാണ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബ്രദേഴ്സാണ്, ഞങ്ങൾ കപ്പൂച്ച സഹോദരങ്ങളാണ്. പതിയെ അദ്ദേഹം കതക് തുറന്ന് ചോദിച്ചു, എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ ഇന്ന ദേശത്ത് ഇന്ന ശുശ്രൂഷയിലാണ്. ഇങ്ങനെ പാവപ്പെട്ടവരോട് ചേർന്ന് ജീവിക്കാൻ പഠിക്കുക. ഈ ആദിവാസികളുടെ ജീവിതത്തെയൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അവരെക്കുറിച്ചുള്ള ഒരു കൃത്യനിഷ്ഠമായ വിവര ശേഖരണത്തിലാണ് ഞങ്ങൾ. അച്ഛൻ പുഞ്ചിരിച്ചു, നന്നായിരിക്കുന്നു. ഞാൻ വീണ്ടും എന്നെ പരിചയപ്പെടുത്തി. അച്ഛാ, ഞാൻ ഇന്ന ഇടവകക്കാരനാണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരിക. ഓക്കെ, ഞാൻ കുറച്ചുനാൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് ആ വൈദികൻ കഥ കടച്ചു. ഞങ്ങൾ പതിയെ പതിയെ അവിടെ നിന്നിങ്ങനെ ഇറങ്ങിപ്പോന്നു. ഇത് മാനുഷികമായ ഒരു സംഭവം. എൻ്റെ ഇന്നലകളുടെ വഴികളിൽ ഞാൻ ഏറ്റുവാങ്ങിയ ഒരു അനുഭവം. ഈ അനുഭവം ഞാൻ ആരെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അവനിൽ നിന്നുണ്ടാകുമോ? ഞാൻ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ വഴിയോരം മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വൈദികനെ കുറിച്ചാണ്. എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞതും ഈ വൈദികനെ കുറിച്ചാണ്. ഈ അച്ഛൻ്റെ അടുത്ത് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഭക്ഷണം കിട്ടുമെന്നുള്ള ഒരു ഉത്ബോധ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ അന്ന് ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന ആ കൊച്ചുകുടിലിലെ കഞ്ഞിയും ചമ്മന്തിയും പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. നീ ആരെക്കുറിച്ച് പറയുന്നോ അവൻ നിന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് ധ്യാനിക്കണം. എൻ്റെ പ്രഘോഷണം മുഴുവനും അവനെക്കുറിച്ചാണോ? Can you be a disturbance in the presence of God?
ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്കൊരു ശല്യമാകാൻ പറ്റുമോ? ദൈവത്തിൻ്റെ മുമ്പിൽ ഈ ശല്യമാകുന്നതിന് വിളിക്കുന്ന പേരാണ് മക്കളെ പ്രാർത്ഥന. എന്തുകൊണ്ടാണ് ആ വൈദികൻ എന്നെ മറന്നുപോയത്? ആ വൈദികനുമായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു കാണാം, പക്ഷേ ഓർമ്മയുടെ ഒരു കോണിൽ പോലും അദ്ദേഹം എന്നെ ശേഖരിച്ചിട്ടില്ലായിരുന്നു. വ്യത്യസ്തമായ ശുശ്രൂഷകൾ, വ്യത്യസ്തമായ രാജ്യാനുഭവങ്ങൾ, ഇതെല്ലാം സ്വീകരിച്ചു പോയൊരു മനുഷ്യന്റെ ഓർമ്മയുടെ കോണിൽ ഞാനില്ല എന്ന തിരിച്ചറിവുണ്ടാവണം. ഞാൻ അദ്ദേഹത്തിന് കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നായിരുന്നെങ്കിലോ, ഞാൻ അദ്ദേഹത്തെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരുന്നായിരുന്നെങ്കിലോ, ഞാൻ അദ്ദേഹത്തോട് കൃത്യനിഷ്ഠമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നെങ്കിലോ, അദ്ദേഹം ഒരിക്കലും ആ കതക് അടയ്ക്കുകയില്ലായിരുന്നു. മക്കളെ, തമ്പുരാൻ ചിലപ്പോൾ കതകടയ്ക്കാനുള്ള കാരണം എന്താണെന്നറിയാവോ? അവന് നമ്മളെ അറിയാത്തത് കൊണ്ടാണോ? അതാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും വന്ന് എന്നോട് പറയും, നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തുകയും നിന്റെ നാമത്തിൽ നിന്റെ രാജ്യത്തെക്കുറിച്ച് വിസ്തൃതമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ പറയും, അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ആ വചനത്തെ ഒന്ന് ധ്യാനിക്കണം. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നല്ല പറഞ്ഞത്, ഐ ഡിഡ് നോട്ട് നോ യു. ഇനി RSV ബൈബിൾ എടുത്ത് വായിച്ചാൽ അവിടെ കാണും, ഐ നെവർ ന്യൂ യു. ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല. ഇറ്റ് ഈസ് സംതിങ് പാസ്റ്റ്. അത് പാസ്റ്റ് ടെൻസിലാണ് കിടക്കുന്നത്, ഭൂതകാലത്തിലാണ് കിടക്കുന്നത്. ഐ ഡോണ്ട് നോ എന്ന വാക്കല്ല ഉപയോഗിച്ചത്. അറിയില്ല എന്നല്ല, അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അവനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരിക്കലും ഊഷ്മളമായിരുന്നില്ല എന്നാണ്. നമ്മളെ ഓർമ്മിച്ചെടുക്കത്തക്ക വിധം നാം അവനെ ഉണർത്തിയിട്ടില്ല എന്നാണ്. എല്ലാം പ്രഹസനങ്ങളിൽ മാത്രമാ. ഉള്ളു തട്ടുന്നതായിട്ടൊന്നുമില്ല. ഉള്ളു തട്ടുന്നതുണ്ടെങ്കിലേ അവൻ നമ്മളെ ഓർത്തെടുക്കുകയുള്ളൂ. നടത്തുന്ന പ്രഘോഷണങ്ങളിലും നടത്തുന്ന തീർത്ഥാടനങ്ങളിലും ഞാൻ എൻ്റെ ചാരുതയെ വർദ്ധിപ്പിക്കാൻ ആഗ്രഹിച്ചു പോയത് അവൻ്റെ അനന്തമായ ചാരുതയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാവണം. അവൻ എന്നെ അറിയില്ല എത്രേ. ഇതിലും വലിയ പരാജയമുണ്ടോ ജീവിതത്തിൽ? അവൻ എന്നെ അറിയില്ല എന്ന് പറയുന്നതോളം വലിയ പരാജയം. അവനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവന്റെ വചനങ്ങളാണ് ഞാൻ പ്രഘോഷിച്ചത്. അവന്റെ നാമത്തിലാണ് ഞാൻ രോഗികളെ സൗഖ്യപ്പെടുത്തിയത്. അവന്റെ നാമത്തിലാണ് ഞാൻ കരമുയർത്തിയത്. പക്ഷേ ഒന്നുമാത്രം എന്നെ വേട്ടയാടുകയാണ്, ഞാൻ നിന്നെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഇത് ശരിക്കും പ്രാർത്ഥനയുടെ അഭാവമാണോ? അവനുമായിട്ടുള്ള ബന്ധത്തിന്റെ കുറവാണ്? നാം അവന്റെ മുമ്പിൽ ഒരു ശല്യമായിരുന്നുവെങ്കിൽ, മുട്ടുവിൻ തുറന്നു കിട്ടുമെന്ന് പറയുന്ന തമ്പുരാന്റെ പ്രാർത്ഥനയ്ക്ക് വിധവയുടെ യാചനയുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഞാൻ എത്രമാത്രം അവനുമായിട്ട് രമിതപ്പെടാനുള്ള ആത്മസമർപ്പണം നടത്താറുണ്ട്. പ്രഹസനങ്ങളിലേക്ക് തമ്പുരാൻ നോക്കില്ല. തമ്പുരാൻ നോക്കുന്നത് ഹൃദയത്തിന്റെ ആത്മാർത്ഥതയിലേക്കാണ്. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചയിടുന്നവരെ കണ്ട് പാവപ്പെട്ട വിധവയുടെ
2 ചെമ്പ് നാണയത്തെ എടുത്തു വാഴ്ത്തിയവനാണ് കർത്താവ്. അവൻ പറയുകയാണ്, ധനവാന്മാരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. അത് സംഭാവനയാണ്, ആർക്കും ചെയ്യാൻ പറ്റും. സമ്പത്തുള്ളവന്, സാധ്യതകളുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒന്നാണ് സംഭാവന. എന്നാൽ വിധവയെ നോക്കി തമ്പുരാൻ പറഞ്ഞില്ല അവൾ സംഭാവന ചെയ്തുവെന്നോ. അവളെക്കുറിച്ച് പറഞ്ഞു, അവൾ നിക്ഷേപിച്ചു. ആ പദത്തിന്റെ വ്യത്യസ്തതകളെ ധ്യാനമാക്കണം. തമ്പുരാൻ സംഭാവനകളിലേക്ക് നോക്കത്തില്ല, മറിച്ച് നിക്ഷേപത്തിലേക്ക് നോക്കും. ഇവൾ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ്. എന്താണ് ഈ നിക്ഷേപത്തിന്റെ അർത്ഥം? നിക്ഷേപം എന്ന് പറഞ്ഞാൽ പലിശയോടുകൂടെ തിരികെ കിട്ടാനുള്ള സാധ്യതയാണ്. എ പോസിബിലിറ്റി ടു ഗെറ്റ് ബാക്ക് വിത്ത് ഇൻട്രസ്റ്റ്. എ പോസിബിലിറ്റി ടു ഗെറ്റ് ബാക്ക് വിത്ത് ഇൻട്രസ്റ്റ്. പലിശയോടുകൂടെ തിരികെ കിട്ടാനുള്ള സാധ്യതയ്ക്കാണ് നിക്ഷേപം എന്ന പദം കൊണ്ട് ദൈവം അർത്ഥമാക്കിയത്. ജീവിതങ്ങൾ നിക്ഷേപമാവണം, ഇടപെടലുകൾ നിക്ഷേപമാകണം, സൗഹൃദം നിക്ഷേപമാകണം. നിക്ഷേപമായാലേ അത് വർത്തമാനമാകൂ. ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ സമർപ്പണം നിക്ഷേപമാകണം, എങ്കിലേ അത് പലിശയോടുകൂടെ വർദ്ധിച്ചു നിൽക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ എത്രമാത്രം അവനെ ഉണർത്തുന്നുണ്ട്. എൻ്റെ അന്ത്യനാളുകളിൽ അവൻ എൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ അറിയില്ല എന്ന്, ഞാൻ നിന്നെ അറിഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ള സാധ്യതയുണർത്തുന്ന ജീവിതമാകരുതൊരിക്കലും. ഇന്നലകളുടെ പാതകളിൽ ഞാൻ എത്രമാത്രം എൻ്റെ തമ്പുരാനെ ഉണർത്തിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 21 മുതലുള്ള തിരുവചനത്തിൽ അമർന്നു ചേർന്ന വചനത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ധ്യാനിക്കണം. നാം അറിയാതെ അവൻ്റെ മുമ്പിൽ അവനെ ശല്യപ്പെടുത്തുന്നത് പ്രാർത്ഥന രൂപപ്പെടുത്താതിരുന്നിട്ടുണ്ടോ? ഇവളെന്നും എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഇവൾക്ക് ഞാൻ അത് ചെയ്തു കൊടുക്കും. ജീവിതത്തിൽ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ ശല്യമാക്കി മാറ്റുന്നതാണ് പ്രാർത്ഥന. തമ്പുരാൻ ഉറങ്ങാൻ സാധ്യതയുണ്ട്. തോണി ആടി ഉലഞ്ഞാലും തിരമാലകൾ ആഞ്ഞടിച്ചാലും തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ടെന്ന് കരുതുമ്പോഴും അവൻ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. അവനെ നമ്മൾ തട്ടി വിളിക്കണം. ഈ തട്ടി വിളിക്കലിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ ശല്യപ്പെടുത്തലിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ, എ ഡിസ്റ്റർബിംഗ് കമ്മ്യൂണിക്കേഷൻ. ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ദൈവത്തെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു കാലത്തും ഒരു വേളയിലും അവൻ നമ്മളോട് പറയുകയില്ല, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എല്ലാം അറിയുന്ന തമ്പുരാൻ നമ്മളെ അറിയാൻ വേണ്ടി പ്രാർത്ഥനയെന്ന ആത്മീയ ചേതനയെ നമ്മുടെ ആഭരണമാക്കി നമുക്ക് പ്രയാണം നടത്താം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു.